ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. അതിൽ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ആ റിയലൈസേഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിൽ കൗസല്യ മാതാജിയുടെ ഒരു റിയലൈസേഷനാണ് അതിനകത്ത് പറയുന്നത്. കൗസല്യ മാതാജിയും പ്രഭുപാദും ന്യൂഡൽഹിയിൽ ഉണ്ടായിരുന്നൊരു സമയമാണ്. 1971 സമയത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ, അതായത് പാകിസ്ഥാൻ ഇന്ത്യ വാറാണ്. ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടിയുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് 1971. അപ്പം ആ സമയത്ത് ന്യൂഡൽഹിയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പം ഈ ഫൈറ്റർ ജെറ്റുകൾ മോളിൽ പോവും. അപ്പോൾ താഴെയൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ അവരതിനകത്ത് ബോംബിടും. അപ്പോൾ അതുകൊണ്ട് രാത്രിയാകുമ്പോഴത്തേന് ഫുൾ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ഒരു കെട്ടിടത്തിലും ലൈറ്റ് ഇടാനായിട്ട് പാടില്ല. പക്ഷെ പ്രഭുപാദിന് അത് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. കാരണം പ്രഭുപാദ് ആ സമയത്തും 7 മണിയൊക്കെ കഴിഞ്ഞിട്ടും മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഫുൾ ലൈറ്റ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും നമുക്ക് മെഴുതിരി പോലും കത്തിച്ചു വെക്കാൻ പറ്റൂല. അപ്പം ആ രീതിയിലാണ് ഈ യുദ്ധസമയത്ത് ഉണ്ടായിരുന്നത്, ബ്ലാക്ക് ഔട്ട് നടന്ന സമയത്ത്. അപ്പം കൗസല്യ മാജിക്ക് മനസ്സിലായി ശ്രീല പ്രഭുപാദിന് അത് ഇഷ്ടം ഉണ്ടാവുന്നില്ല ഈ ബ്ലാക്ക് ഔട്ട്. കാരണം കെട്ടിടത്തിനുള്ളിൽ ഒന്നും സംസാരിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം മാതാജി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു കറുത്ത തുണി വെച്ചിട്ട് ആ കെട്ടിടത്തിന്റെ ഫുൾ ജനാലയും ലൈറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള എല്ലാ സ്ഥലവും മാതാജി മൂടി. അപ്പം രാത്രിയായപ്പോഴത്തേന് പ്രഭുപാദ് നിന്നപ്പോഴത്തേന് മാതാജി അകത്ത ലൈറ്റെല്ലാം ഇട്ടു. അപ്പം പ്രഭുപാദ് നോക്കിയപ്പോഴത്തേന് ഈ ജനല എല്ലാം ഫുൾ കറുത്ത തുണി വെച്ച് മൂടിയേക്കുവാണ്. അപ്പം പ്രഭുപാദിന് നല്ല സന്തോഷമായി. പ്രഭുപാദ് പറഞ്ഞു, ദിസ് ഈസ് ഫസ്റ്റ് ക്ലാസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് 3 തരത്തിലുള്ള ഇന്റലിജൻസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ക്ലാസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മാസ്റ്റർ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ആ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് ആ ശിഷ്യൻ മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേന് സ്പിരിച്വൽ മാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കറക്റ്റായിട്ട് അത് ചെയ്യും. സെക്കൻഡ് ക്ലാസ്. തേർഡ് ക്ലാസ് ഇന്റലിജൻസ് പ്രഭുപാദ് പറഞ്ഞത്, നമ്മളൊരു കാര്യം ഒരു ശിഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാലും ശിഷ്യൻ പെട്ടെന്ന് അത് കേട്ടിട്ട് ഉടനെ ചെയ്യാനായിട്ട് പോയിട്ട് പകുതി ചെല്ലുമ്പോഴത്തേന് എന്തോ പറഞ്ഞെന്ന് മറന്നു. തിരിച്ചു വന്ന് വീണ്ടും ചിലപ്പോൾ തിരിച്ച് ചോദിക്കുകയും എന്തോ പറഞ്ഞെന്നുള്ള ചോദിക്കുകയും. അതാണ് തേർഡ് ക്ലാസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസൈപ്പിള് ഫസ്റ്റ് ക്ലാസ് ഇന്റലിജൻസ് വേണം എന്നാണ് പ്രഭുപാദ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പ്രഭുപാദ് അതിനകത്ത് അതിൽ നമുക്ക് കൗസല്യ മാതാജി പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ അറ്റൻഷനാണ് ഒരാളുടെ ഇന്റലിജൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. കാരണം ഒരു ശിഷ്യന് നല്ല അറ്റൻഷൻ ഉണ്ടെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റർ പറയാതെ തന്നെ ഗുരുവിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത്ര അറ്റൻഷൻ കുറവാണെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. അതിലും കുറവാണ് അറ്റൻഷൻ എങ്കിൽ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്ന കാര്യവും മനസ്സിലാവത്തില്ല. അപ്പം ഒരാളുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ അറ്റൻഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നതെന്ന് ഈ ഒരു ഉദാഹരണത്തിലൂടെ കൗസല്യ മാതാജി നമുക്ക് പറഞ്ഞു തരുന്നു.